ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോജു. ഞാൻ രഘുനന്ദനൻ എം വി. കേരള PSCയുടെ GK ചോദ്യങ്ങളിലേക്ക് സ്വാഗതം. കേരള PSC 2020 മുതൽ 24 വരെ ചോദിച്ച GK ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നിങ്ങൾക്ക് നൽകുന്ന പങ്ക്തിയാണിത്. ഇതിനു മുമ്പ് കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്, അതൊക്കെ പ്ലേലിസ്റ്റിൽ നൽകിയിട്ടുണ്ട്, അതുകൂടി കാണുക. ഇപ്പം 2020 മുതൽ 24 വരെ ചോദിച്ച ചോദ്യങ്ങൾ, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ, ഇതെല്ലാം തന്നെ തരും. നമ്മൾ ഇന്ന് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ നിന്ന് മാർത്താണ്ഡവർമ്മ എന്നുള്ളൊരു ഭാഗത്തു നിന്ന് മാത്രമായി 3 ചോദ്യങ്ങളാണ് കേരള PSC 2020-നും 24-നും ഇടയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അതിനുശേഷം തിരുവിതാംകൂറിൻ്റെ ചരിത്രം, മാർത്താണ്ഡവർമ്മയുടെ കാലവും നോക്കാം. പിന്നെ അടുത്ത ക്ലാസ്സുകളിലായി ബാക്കി ഓരോ രാജാക്കന്മാരുടെയും കാലം നോക്കാം. ആദ്യം ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യത്തിന് ഉത്തരമൊക്കെ കണ്ടെത്തിയതിന് ശേഷം പിന്നീട് നിങ്ങൾ മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം പഠിച്ചാൽ എത്ര ഈസിയായി ഇത് ഓർമ്മയിൽ നിർത്താമെന്നും എത്ര ഈസി ആയിട്ട് അതിന് ഉത്തരം പറയാമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏത് പേരിലാണ്? മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്ന രീതിയിലാണ്. ഏതാണ്? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്ന രീതിയിലാണ്. അതുകൊണ്ട് C2 മാത്രം എന്നാണ് ഇവിടുത്തെ ഉത്തരം. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകട്ടെ. ഞാൻ ആദ്യം ചോദ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ ചോദ്യം വന്നിട്ടുള്ളത് LGS ബ്ലൂ പ്രിന്റർ വാച്ച്മാൻ 2023 ആണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് അടക്കത്ത് ചോദിച്ചിട്ടുണ്ട് എന്നർത്ഥം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു, രാജ്യത്തെ കോവിലകത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു, തിരുവിതാംകൂറിൻ്റെ സമ്പൽ വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഒറ്റ കാര്യത്തിൽ നമുക്ക് നോക്കുക തോന്നുക നമുക്ക് ഇതെല്ലാം ശരിയാണ് എന്നാണ് അറിവുള്ളവർക്ക്. പക്ഷെ ഇവിടെ ആ മൂന്നാമത്തേതിൽ കോവിലത്തും വാതുക്കൽ എന്നല്ല, മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചതാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. മണ്ഡപത്തും വാതുക്കൽ എന്നായിരുന്നു അവിടെ വേണ്ടത്. അതുകൊണ്ട് ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് രാജ്യത്തെ മണ്ഡപത്തും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായി തിരിച്ചു. മറ്റേ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കി, കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു, തിരുവിതാംകൂറിൻ്റെ സമ്പൽ വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ 3 കാര്യവും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടാവില്ല. ഇനി തങ്ങി നിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അതെങ്ങനെ തങ്ങി നിർത്താം, അത് നമുക്ക് അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിരുന്ന് പഠിക്കണം. ഇനി നോക്കൂ, അടുത്ത ചോദ്യം LGS സീമാൻ 2021 വന്ന ചോദ്യം. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മ. അപ്പൊ ഈ 2 ചോദ്യവും കണ്ടുപോയ ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് കേരള PSCയുടെ ചോദ്യങ്ങൾ പലതും ബൗൺസ് ചെയ്യുന്നതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ SCRT ടെക്സ്റ്റ് ബുക്കും വെച്ച് പഠിക്കുന്നത്. പക്ഷെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ടെക്സ്റ്റ് ബുക്കിൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രമില്ലാത്തത് കൊണ്ട് മുൻകാല ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കേരള PSC പുറത്തിറക്കിയ PSC ബുള്ളറ്റിൻ്റെ ഒരു കേരള ചരിത്രം എന്നുള്ള വിശേഷാൽ പതിപ്പ്, ഇത് രണ്ടിനെയും ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് 1 മാർക്ക് എന്തായാലും പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മാർത്താണ്ഡവർമ്മ മാത്രമല്ല കേട്ടോ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം നമുക്ക് ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ക്ലാസ് കൂടി, 5 ക്ലാസ്സിൻ്റെ കൂടി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാമല്ലോ അല്ലേ? ഇതൊക്കെ ഉറച്ചു നിൽക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾ ഈ ടെൻഷൻ അടിക്കുന്നത്രയൊന്നും പ്രയാസങ്ങൾ ഇതിനില്ല എന്നാദ്യം മനസ്സിലാക്കുക. അപ്പം നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. മാർത്താണ്ഡവർമ്മയുടെ ചരിത്രത്തിലേക്ക് പോകാം. ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം തലസ്ഥാനമായ ഒരു രാജ്യമാണ്. പഴയ കാലത്തുള്ള ഒരു രാജ്യമാണ്. ഇപ്പം ഇല്ല, ഇപ്പം അത് കേരള സംസ്ഥാനത്താണ്. തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. ആ തിരുവിതാംകൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായ ഒരു രാജ്യമാണ്. തിരുവനന്തപുരം പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ആ കഥയൊക്കെ നമുക്ക് പഠിക്കാം. തിരുവനന്തപുരം ആസ്ഥാനമായ ഒരു രാജ്യമായിരുന്നു. തിരുവനന്തപുരം ആസ്ഥാനമായ ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ.
നമുക്കറിയാം ഈ കേരള സംസ്ഥാനം രൂപപ്പെടുന്നത് തിരുവിതാംകൂറും അതിന് തൊട്ടടുത്തുള്ള നാട്ടുരാജ്യമായ കൊച്ചിയും പിന്നീട് അത് രണ്ടും ചേർന്ന തിരുക്കൊച്ചിയാവുന്നു. ആ തിരുക്കൊച്ചിയിലേക്ക് മലബാറും കൂടി വരുമ്പോഴാണ് കേരളം രൂപവൽക്കരിക്കുന്നത്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ തന്നെ കേരളം എന്നൊരു സംസ്ഥാനമില്ല. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ തിരുവിതാംകൂറും കൊച്ചിയും രണ്ട് നാട്ടുരാജ്യങ്ങളാണ്. അതിനു മുമ്പും ആ രണ്ട് നാട്ടുരാജ്യങ്ങളാണ്. മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശവും. ഈ മൂന്ന് പ്രദേശങ്ങളും ചേർന്നാണ് പിന്നീട് എന്തുണ്ടാകുന്നത്? കേരളം ഉണ്ടാകുന്നത്. അപ്പം കേരളത്തിൻ്റെ ഭാഗമായ, പൂർണ്ണമായും ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഭാഗമല്ല, കുറച്ചു ഭാഗം കന്യാകുമാരിയിലൊക്കെ ഉണ്ടായിരുന്നു, കേരളത്തിൻ്റെ ഭാഗമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഏതെന്ന് പറയുന്നത്? തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അപ്പം ആ തിരുവിതാംകൂറിൽ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളുമുണ്ട്. തിരുവിതാംകൂറിൽ എന്തുണ്ട്? തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളുണ്ട്. മധ്യ കേരളത്തിലെ ഒരു ചെറിയ ഭാഗമുണ്ട്. കേരളത്തെ എടുക്കുകയാണെങ്കിൽ തെക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങൾ, ആ തിരുവനന്തപുരം തൊട്ടുള്ള ഭാഗങ്ങളുണ്ട്. മധ്യ കേരളത്തിലെ ഒരു ചെറിയ ഭാഗമുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുനെൽവേലി ജില്ലയുടെ ചില ഭാഗങ്ങളും ചേർന്നതാണ്. അപ്പം ഏതൊക്കെ ഭാഗങ്ങൾ ചേർന്നതാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്? പണ്ടത്തെ കാലത്ത് അത് നമ്മുടെ തെക്കൻ കേരളമുണ്ട്, മധ്യ കേരളത്തിൻ്റെ കുറച്ചു ഭാഗമുണ്ട്, മധ്യ കേരളത്തിൻ്റെ കുറച്ചു ഭാഗം കുറച്ചു ഭാഗം, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള കന്യാകുമാരിയിൽ അതിൻ്റെ ഭാഗമായ തിരുനെൽവേലി അതിൻ്റെ ഭാഗവും ഉണ്ട്. ഇതെല്ലാം ചേർന്നതായിരുന്നു തിരുവിതാംകൂർ എന്നുള്ള രാജ്യം. ഇപ്പം തിരുവിതാംകൂറിനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കേരളത്തിൻ്റെ തെക്ക് ഭാഗമുണ്ട്. ആ കേരളത്തിൻ്റെ തെക്ക് ഭാഗം, ആ കുറച്ച് ഭാഗം തമിഴ്നാടിൻ്റെ തിരുനെൽവേലി ജില്ലയിൽപ്പെട്ടുള്ള ചില ഭാഗങ്ങൾ, അതുകൂടാതെ ഇപ്പോൾ തൃശ്ശൂർ പോലെയുള്ള മധ്യ കേരളത്തിൻ്റെ കുറച്ചു ഭാഗം, ഇതെല്ലാം ചേർന്നതായിരുന്നു തിരുവിതാംകൂർ. ഓക്കെ, അതിനപ്പുറത്ത് കൊച്ചിയുണ്ട്. പിന്നെ ഇങ്ങോട്ട് വടക്കോട്ട് വരികയാണെന്ന് വെച്ചാൽ മലബാറായി. മലബാർ അന്ന് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ മദ്രാസ് പ്രോവിൻസിലാണ്. ഇതാണ് തിരുവിതാംകൂർ എന്ന് പറയുന്നത്. തിരുവിതാംകൂറിൻ്റെ ആ ഭാഗം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റായല്ലോ? ഇനി ഇത് 1940-കളിലെ തിരുവിതാംകൂറാണ്. ശരിക്കും ഈ തിരുവിതാംകൂർ പരമാവധി വിസ്തൃതിയിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിക്കുന്നത്, തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിക്കുന്നത് മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പൊ തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിക്കുന്നത്, ഓർത്തു വയ്ക്കുക, തിരുവിതാംകൂർ എത്ര സിമ്പിളാണ് നമ്മളത് മനസ്സിലാക്കി വെച്ചാൽ. അല്ലാതെ നമ്മളിങ്ങനെ ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം പഠിച്ചാൽ അതിൽ കുറേ മറന്നു പോകും. തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിക്കുന്നത്, ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിക്കുന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? അത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ വിസ്തൃതി പ്രാപിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നാട്ടുരാജ്യങ്ങളും രാജാക്കന്മാരൊക്കെ പോയി. അപ്പൊ തിരുവിതാംകൂറും കൊച്ചിയും കൂടി ലയിപ്പിച്ചുകൊണ്ട് 1949 ജൂലൈ 1, ആ വർഷം നന്നായിട്ട് ഓർത്തു വെച്ചു, 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുകൊച്ചിയായി മാറി, തിരുകൊച്ചി സംസ്ഥാനമാക്കി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ. എന്നാൽ 1949 ജൂലൈ 1 മറന്നു പോകണ്ട, എന്നാണ് കൊല്ലം? 1949 ജൂലൈ 1. ആ ജൂലൈ 1 ഏതൊക്കെ ചേർന്ന്? തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യവും അതിനോട് കൊച്ചി എന്നുള്ള നാട്ടുരാജ്യവും, അപ്പം നാട്ടുരാജ്യങ്ങളൊക്കെ പോയിക്കുന്നു, അത് ചേർന്ന് തിരുകൊച്ചി സംസ്ഥാനമായി. ഈ കൊല്ലം ഒന്ന് നന്നായിട്ട് ഓർത്തു വയ്ക്കുക. നമുക്ക് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലേക്ക് പോകാം. കേരളം എങ്ങനെ രൂപപ്പെട്ടു ഈ തിരുവിതാംകൂർ നമുക്ക് നോക്കാലോ. അപ്പൊ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് എന്തായി മാറി? തിരുകൊച്ചിയായി മാറി. ഏതാ കൊല്ലം? 47 ആഗസ്റ്റ് മാസത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 48 ഒരു മാറ്റവും വന്നിട്ടില്ല. 49 ആഗസ്റ്റ് 1 അല്ല സോറി ജൂലൈ 1 ആഗസ്റ്റ് മാസത്തിന്റെ തൊട്ട് തലേ മാസം 2 വർഷം ആകാനാകുമ്പോഴേക്കും
തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് തിരുക്കൊച്ചിയായി. അപ്പോഴും എന്തില്ല? കേരളമായിട്ടില്ല. നമ്മൾ കേരള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായി പഠിക്കാം. നമ്മുടെ ഒരു ക്ലാസ് കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാം. 1956 നവംബർ 1 ഈ തിരുകൊച്ചിയോട് 1900 നവംബർ 1 ആവുമ്പോഴേക്കും തിരുകൊച്ചിയോട് മലബാറിലെ ചില പ്രദേശങ്ങൾ, അത് വിശദമായി പഠിക്കാട്ടോ, ഞാൻ പത്ര പോകുന്നില്ല, നമ്മൾ തിരുവിതാംകൂറിലേക്കാണ് പോണ് എന്നുള്ളത് കൊണ്ട്, മലബാറിലെ ചില പ്രദേശങ്ങൾ കൂടി ചേർത്ത് അതെന്തായിട്ട് മാറി? അത് കേരളമായിട്ട് മാറി. അങ്ങനെ മലബാറിലെ ചില പ്രദേശങ്ങൾ കൂടി ചേർത്ത് അതെന്തായി മാറി? കേരളമായി മാറി. അപ്പൊ 1900 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1949 ആഗസ്റ്റ് 1 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്ന് എന്തായി മാറി? തിരുകൊച്ചിയായി മാറി. പിന്നീട് ആ തിരുകൊച്ചിയിലേക്ക് മലബാർ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തായി മാറി? അത് കേരളമായിട്ട് മാറി. അത് 1956 നവംബർ 1. ഇനി നമുക്ക് തിരുവിതാംകൂറിലേക്ക് തിരിച്ചു പോകാം. തിരുവിതാംകൂർ ഈ കേരളത്തിൽ നിന്ന് പ്രബലമായ ഒരു രാജ്യമായിരുന്നു. സ്വന്തമായിട്ടൊരു പതാകയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചുവന്ന പശ്ചാത്തലത്തിൽ രജതവർണ്ണത്തിൽ വലംപിരി ശംഖിന്റെ ചിത്രം ആലേഖനം ചെയ്തതായിരുന്നു തിരുവിതാംകൂറിന്റെ പതാക. ആ രാജ്യത്തിന് ഒരു പതാകയുണ്ടായിരുന്നു. ആ പതാക എങ്ങനെയായിരുന്നു? ചുവന്ന പശ്ചാത്തലമാണ്. ആ ചുവന്ന പശ്ചാത്തലത്തിൽ രജതവർണ്ണത്തിൽ വലംപിരി ശംഖ്, ആ വലംപിരി ശംഖിന്റെ ചിത്രം ആലേഖനം ചെയ്തതായിരുന്നു തിരുവിതാംകൂറിന്റെ പതാക എന്ന് പറയുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ പതാക എങ്ങനെയാണ്? ചുവന്ന പശ്ചാത്തലം, മനസ്സിലിങ്ങനെ കാണണം, ചുവന്ന ഒരു കൊടി ഇങ്ങനെ പാറുന്നു. അതിൽ രജതവർണ്ണത്തിൽ വലംപിരി ശംഖിന്റെ ചിത്രം ആലേഖനം ചെയ്തതായിരുന്നു ആരുടെ പതാക എന്ന് പറയുന്നത്? തിരുവിതാംകൂറിന്റെ പതാക എന്ന് പറയുന്നത്. ഇവര് പത്മനാഭദാസ് ഭക്തന്മാരായി, അതായത് പത്മനാഭപുരം കൊട്ടാരം തിരുവനന്തപുരത്താണെന്ന് അറിയാമല്ലോ. ഇപ്പൊ പത്മനാഭ ഭക്തന്മാരായിരുന്നു. അവിടെ ഒരു തൃപ്പടിദാനമൊക്കെ നടക്കുന്നുണ്ട്, നമുക്കതിലേക്ക് വരാം. നമ്മുടെ നേരത്തെ ചോദ്യത്തിൽ അതുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് കഥ കേട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിൽ നിൽക്കും. ഇപ്പൊ ഈ പത്മനാഭദാസന്മാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. പത്മനാഭപുരം അല്ല പത്മനാഭ ക്ഷേത്രം, ആ പത്മനാഭ ക്ഷേത്രത്തിന് രാജ്യത്തെ സമർപ്പിക്കുകയാണ്. അവിടുത്തെ ദൈവമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെന്നും അവർക്ക് പ്രതിപുരുഷനായി ഞാൻ ഭരിക്കുകയാണെന്നും മാർത്താണ്ഡവർമ്മ പറയുന്നതാണ് തൃപ്പടിദാനം. വിശദാംശത്തിലേക്ക് പോകാം. അതിനുശേഷം ആ തൃപ്പടിദാനം കഴിഞ്ഞതിന് ശേഷം ഈ രാജാക്കന്മാർ, തിരുവിതാംകൂറിലെ രാജാക്കന്മാർ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? പത്മനാഭദാസന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പത്മനാഭദാസൻ അവിടുത്തെ രാജാക്കന്മാർ. ഇപ്പൊ രാജാക്കന്മാര് അറിയപ്പെട്ടിരുന്ന ഒരു പേരെന്താണ്? പത്മനാഭദാസൻ. ഇപ്പൊ നമുക്ക് മനസ്സിലായി, വലംപിരി ശംഖ് ആലേഖനം ചെയ്ത ചുവന്ന പശ്ചാത്തലത്തിലുള്ള കൊടിയാണ് തിരുവിതാംകൂറിന്റെ കൊടി. തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു. ആ രാജ്യത്തുള്ള ഒരു ക്ഷേത്രമായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രം, നിലവിലെ തിരുവനന്തപുരത്ത്. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദൈവദാസന്മാരാണ് തങ്ങളെന്നുള്ള പേരിൽ പത്മനാഭദാസൻ എന്നായിരുന്നു ഈ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. എവിടുത്തെ രാജാക്കന്മാർ? തിരുവിതാംകൂറിലെ രാജാക്കന്മാർ. അതിലെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നേരത്തെ നമ്മൾ പറഞ്ഞ മാർത്താണ്ഡവർമ്മ തന്നെ. എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. നേരത്തെ പറഞ്ഞല്ലോ, തിരുവിതാംകൂർ അതിൻ്റെ പരമാവധി വിസ്തൃതിയിലേക്ക് പോകുന്നത് മറ്റ് രാജ്യങ്ങളെയൊക്കെ കൂട്ടിച്ചേർത്തും കൊണ്ടാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്. അപ്പം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ 3 ചോദ്യങ്ങളും. ഇദ്ദേഹം തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ്, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇപ്പം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ ഓർക്കുമ്പോൾ നമുക്ക് കുറച്ച് സംഭവങ്ങൾ, സാധാരണ PSC ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഇദ്ദേഹമാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. ആധുനിക അശോകൻ എന്നറിയപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരിയും അദ്ദേഹമായിരുന്നു. ഒന്ന് മനസ്സ് പറഞ്ഞു നോക്കൂ. എന്തൊക്കെയാണ്? എല്ലാ മറ്റേ തിരുവിതാംകൂർ രാജാക്കന്മാരും തൃപ്പടിദാനത്തിന് ശേഷം പത്മനാഭദാസൻ എന്നറിയപ്പെട്ടിരുന്നു. അതിലെ പ്രശസ്തനായ രാജാവായിരുന്നു ആര്?
അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ, ഈ നാള് ഇവരുടെ മുന്നിൽ ശ്രദ്ധിക്കണം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പം എന്തൊക്കെയോ തിരുവിതാംകൂറിൽ ആധുനികവൽക്കരണം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അല്ലേ? നമുക്ക് പോയോക്കാം. ആധുനിക തിരുവിതാംകൂർ ശില്പി എന്നറിയപ്പെടുന്നത്. മാത്രമല്ല തിരുവിതാംകൂറിലെ രാജാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ആധുനിക അശോകൻ എന്ന ഒരു പേരും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടാതെ പത്മനാഭദാസൻ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹത്തിൻ്റെ ആ തിരുനാളും കൂടി വെക്കുകയാണെങ്കിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അപ്പം ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ് അല്ലേ, നമുക്ക് ഓർമ്മ വന്നു. അപ്പൊ അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മൻ. മാർത്താണ്ഡവർമ്മയാണ് വീരബാലൻ മാർത്താണ്ഡവർമ്മൻ. ഇങ്ങനെയൊക്കെ പേരുകളുണ്ട് ഇദ്ദേഹത്തിന്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ കുളച്ചൽ യുദ്ധം കേട്ടില്ലേ, അതിൽ മൂപ്പര് ഡച്ചുകാരെ തോൽപ്പിച്ചല്ലോ, ഒരു വിദേശ ശക്തിയെ തോൽപ്പിക്കുകയാണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ, അതാരാ, ഡച്ച്, യൂറോപ്യൻ രാജ്യം ഡച്ചുകാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഇദ്ദേഹം. ഡച്ച് യുദ്ധത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാം. യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട്. അപ്പം ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്, ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ രാജാവാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ചില്ലറക്കാരനല്ല അല്ലേ? അന്നൊക്കെ അവരുടെ അടുത്ത് യുദ്ധസാമഗ്രികൾ ഉണ്ടായിട്ടും. അത് പിന്നെ നോക്കണോ കേരളത്തിൻ്റെ, അതുകൊണ്ട് തന്നെ ചെറിയൊരു രാജ്യമാണ് കൈ കിട്ടുമ്പോൾ. പക്ഷേ കേരളത്തിൻ്റെ തെക്കും മധ്യത്തിലുമുള്ള ഭാഗങ്ങളെ ചേർത്ത് ഒരു രാഷ്ട്രീയ ഏകീകരണം നടത്തി സൈനിക ശക്തി ഉണ്ടാക്കി ഒരു കേന്ദ്രീകൃത രാജഭരണം സ്ഥാപിക്കുന്നത് മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂറിൽ. അങ്ങനെയാണ് ആധുനിക തിരുവിതാംകൂർ രൂപപ്പെടുന്നത്. പലതായി ചിതറിക്കിടന്നിരുന്ന വേണാടിൻ്റെ പ്രദേശങ്ങളെയാണ്, വേണാട് തന്നെയാണ് പിന്നീട് ഈ തിരുവിതാംകൂറായി മാറുന്നത്. വേണാട് സ്വരൂപം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പലതായി ചിതറിക്കിടന്നിരുന്ന വേണാടിൻ്റെ പ്രദേശങ്ങളെ ഒന്നാക്കി തിരുവിതാംകൂർ രാജ്യം പെടുത്തു അദ്ദേഹം. യുദ്ധതന്ത്രജ്ഞത കൊണ്ട് പ്രസിദ്ധം. മാത്രമല്ല ഇദ്ദേഹം ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ്. തിരുവിതാംകൂറിൽ ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി. അപ്പം ഇനിയും ആര് വരുന്നുണ്ട്? രാജാക്കന്മാർ വരുന്നുണ്ട് കേട്ടോ. അവരെക്കുറിച്ച് നമുക്ക് പിന്നീട് അടുത്ത സെഷനിൽ പഠിക്കാം. അപ്പം മാർത്താണ്ഡവർമ്മയ്ക്ക് എന്തെല്ലാം പേരുകളുണ്ട്? ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയാണ്, ഡച്ചുകാരെ തോൽപ്പിച്ച രാജാവാണ്, ഏഷ്യയിൽ തന്നെ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ തോൽപ്പിച്ച രാജാവാണ്, ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ്, തൃപ്പടിദാനം അദ്ദേഹമാണ് നടത്തിയത്. അതിനുശേഷം രാജാക്കന്മാർ മുഴുവൻ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു? പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പൊ സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ അല്ലേ ഒരാളായിരുന്നു, ഒരു വളരെ വലിയൊരു സൈനിക ശക്തിയെ മുന്നോട്ട് കൊണ്ടുവന്ന ആളായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്നു. ജന്മി മേധാവിത്വത്തിന് അന്ത്യം കുറിക്കാൻ സാധിച്ചു അദ്ദേഹത്തിന്. ജന്മി മേധാവിത്വത്തിന് എന്ത് ചെയ്യാൻ പറ്റി? അന്ത്യം കുറിക്കാൻ സാധിച്ചു. ആർക്കാണ്? മാർത്താണ്ഡവർമ്മയ്ക്ക്. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പിയാണെന്ന് മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ രാജഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞു. മാർത്താണ്ഡവർമ്മ ജനിച്ചത് എവിടെയായിരുന്നു? ഏത് കാലഘട്ടത്തിൽ? 1706 അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൊട്ടാരത്തിന്റെ 4 ചുവരുകളിലായിട്ട് ഒതുങ്ങി നിന്നിരുന്ന ഭരണ സംവിധാനത്തെ കാലോചിതമായി നവീകരിച്ചു. കൊട്ടാരത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്നിരുന്ന ഭരണ സംവിധാനത്തെ കാലോചിതമായി നവീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പേര് വന്നത്? ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്നുള്ള പേര് വന്നത്. മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത് 1706 23ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വേണാടിന്റെ സിംഹാസനത്തിലെത്തുന്നത്. വേണാട് ഭരിച്ചിരുന്ന രാമവർമ്മയുടെ പിൻഗാമിയായിരുന്നു. 1341 മുതലാണ് വേണാട്ട് രാജകുടുംബം മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു. വേണാട്ട് രാജകുടുംബം, അതായത് മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ
രാജാവിൻ്റെ സഹോദരിയുടെ മകനായിരിക്കും അടുത്ത രാജാവ്. ഒരു മാതൃദായ ക്രമം അതാണ് അവർ സമീപിച്ചിരുന്നത്. സ്വന്തം മകനല്ല, പിതാവിൻ്റെ സഹോദരിയുടെ മകൻ, രാജാവിൻ്റെ സഹോദരിയുടെ മകൻ ആയിരിക്കും അടുത്ത രാജാവ്. ആ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു ആര് സ്വീകരിച്ചിരുന്നത്? വേണാട് രാജവംശം 1341 മുതൽ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഈ രാമവർമ്മയ്ക്ക് ശേഷമാണല്ലോ മാർത്താണ്ഡവർമ്മ രാജാവാകുന്നത്. രാമവർമ്മയുടെ മക്കളായ പപ്പുത്തമ്പിയും അനുജൻ രാമൻ തമ്പിയും സിംഹാസനത്തിന് അവകാശം ഉന്നയിച്ചു. അങ്ങനെ നാഗർകോവിൽ, തമിഴ്നാടിൻ്റെ ഭാഗമൊക്കെ അന്ന് ഇവരുടെ രാജ്യമാണ്, നാഗർകോവിൽ ആസ്ഥാനമാക്കിക്കൊണ്ട് യുദ്ധത്തിന് മുതിരുന്നു. പക്ഷെ മാർത്താണ്ഡവർമ്മ യുദ്ധതന്ത്രജ്ഞനാണ്. മാർത്താണ്ഡവർമ്മ ഉരുക്കുമുഷ്ടിയോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ആ കലാപങ്ങളെ അടിച്ചമർത്തി, കലാപത്തിൻ്റെ ആപ്പീസ് കൂട്ടിച്ചു. രാമവർമ്മയെ ഭരണകാര്യങ്ങളിൽ സഹായിച്ചിരുന്നു ഈ മാർത്താണ്ഡവർമ്മ ആ കാലഘട്ടത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് മറ്റൊരു പേരുണ്ടായിരുന്നു, നെയ്യാറ്റിൻകരയിലെ ഇളമുറത്തമ്പുരാൻ. നെയ്യാറ്റിൻകരയിലെ ഇളമുറത്തമ്പുരാൻ എന്ന സ്വയം വിശേഷണം അദ്ദേഹം എടുത്തെറിഞ്ഞിരുന്നു. അപ്പൊ ഭരിക്കാൻ പുറപ്പാട് തന്നെയാണ് മൂപ്പര് നിൽക്കുന്നത്. തിരുവിതാംകൂറിനകത്ത ശൈലിയിൽ വെച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെയാണ് ഭരണം കിട്ടേണ്ടത്, മക്കൾക്കല്ല. ഈ നെയ്യാറ്റിൻകരയിലെ ഇളമുര തമ്പുരാൻ എന്ന് പറഞ്ഞുകൊണ്ട് 1723 അദ്ദേഹം, അപ്പോഴേക്കും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു. മാത്രമല്ല സാധാരണയായിട്ട് അവിടെ നായർപ്പടയാണ് തിരുവിതാംകൂറിലുള്ളത്, നായർമാരാണെന്ന് പടയാളികൾ. ഈ നായന്മാരെ കൂടാതെ പുറത്തു നിന്ന് മറവപ്പട എന്ന കൂലിപ്പട്ടാളത്തെ സംഘടിപ്പിക്കാൻ രാജാവിനെ ഉപദേശിച്ചത് ആരായിരുന്നു? നമ്മുടെ മാർത്താണ്ഡവർമ്മയായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. അതുപോലെ തന്നെ അവിടെ മാടമ്പിമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്ന ഒരു വളരെ ശക്തരായി. മാടമ്പിമാർ എന്നൊരു വിഭാഗം തിരുവിതാംകൂറിലുണ്ട്. അവർ വളരെ ശക്തരാണ്. നികുതി പിരിക്കാൻ അവകാശമുണ്ടായിരുന്നത് ഈ മാടമ്പിമാർക്കാണ്. അവിടെ ആ കാലഘട്ടത്തിൽ, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ മാടമ്പിമാർ വളരെ ശക്തരാണ്. നികുതി പിരിക്കാൻ അവകാശമുണ്ടായിരുന്നത് ആർക്കാണ്? മാടമ്പിമാർക്കാണ്. അവരാണ് നാട്ടിലെ ക്രമസമാധാനം പരിപാലിച്ചിരുന്നത്. എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ രാജാധികാരത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ ഫ്യൂഡൽ ഘടകങ്ങൾ വളർന്നപ്പോൾ അതിനെ അടിച്ചമർത്തി ഭരണവ്യവസ്ഥയുടെ മുക്കിലും മൂലയിലും, ഓരോ പ്രദേശത്തും ഭരണവ്യവസ്ഥയുടെ മുക്കിലും മൂലയിലും അദ്ദേഹം എന്ത് ചെയ്തു? രാജാവിൻ്റെ പരമാധികാരം അരക്കിട്ടുറപ്പിച്ചു. അതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചു. അന്നൊക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഊരാളന്മാർ, ക്ഷേത്രത്തിലെ ഊരാളന്മാർ, ട്രസ്റ്റിമാർ എന്ന് പറയാം. ആ ട്രസ്റ്റിമാർ ആയിരുന്നത് യോഗത്തിലെ പോറ്റിമാർ എന്ന് പറയും. അതുപോലെ തന്നെ അവരുടെ ആൾക്കാരായിരുന്ന 8 വീട്ടിൽ പിള്ളമാർ. അവരൊക്കെ നേരെ കർശന നടപടികൾ സ്വീകരിച്ചു. കാരണം എന്താ? മുമ്പൊക്കെ അവർ രാജശക്തിയെ ആദരിച്ചിരുന്നു ഈ മാടമ്പിമാരൊക്കെ. പക്ഷെ പിൽക്കാലമാകുമ്പോഴേക്കും അവർ രാജശക്തിയെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ മാർത്താണ്ഡവർമ്മ അതിശക്തമായി അവരെ നേരിട്ടു. മാർത്താണ്ഡവർമ്മ ഒരു അധികാര ശക്തിയായി മാറിയിരുന്നു. മാർത്താണ്ഡവർമ്മയെ ഭയന്നവർ ഒളിവിൽ പോയി. അവിടെ രസം, ഒടുവിൽ അവരെ രാജകിങ്കരന്മാർ തടവിലാക്കി, 4 പേരെ നാടുകടത്തി, പിള്ളമാരെ വധിച്ചു, അവരുടെ വസ്തുവകകൾ പണ്ടാരവകയ്ക്ക് കണ്ടുകെട്ടി. എന്നിട്ടോ അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അടിമകൾ എന്ന നിലയിൽ തുറയിലെ മുക്കുവന്മാർക്ക് വിറ്റു. പിള്ളമാരുടെയും പോറ്റിമാരുടെയും വീടുകൾ എന്ത് ചെയ്തു? ഇടിച്ചു നിരത്തി അവരുടെ കുളം കുഴിച്ചു. അങ്ങനെ മലയാള ഭാഷയ്ക്ക് കുളം കോരുക എന്ന ശൈലിയും കിട്ടി. അപ്പം മലയാള ഭാഷയ്ക്ക് ഒരു കുളം കോരുക എന്നുള്ളൊരു ശൈലി ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കിട്ടിയത് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ കുളം കോരുക ആണ്. കുളം കോരുക എന്ന് പറഞ്ഞാൽ ആകെ നശിപ്പിക്കുക എന്നുള്ളതല്ലേ? ഓക്കെ, അപ്പം കുളം കോരുക എന്നുള്ളൊരു ശൈലി കൂടി കിട്ടി. ഓക്കെ, അപ്പം മാർത്താണ്ഡവർമ്മ എന്തായിരുന്നു എന്നുള്ളൊരു ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ളത്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കാണാപാഠം പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇദ്ദേഹമാണ് തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി. തൃപ്പടിദാനം എന്താണെന്ന് നമുക്ക് പഠിക്കാം. തൃപ്പടിദാനം നടക്കുന്നത് 1750 ഓർത്തു വെക്കണേ. തൃപ്പടിദാനം വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. കൊല്ലം 1750. അപ്പൊ തൃപ്പടിദാനം നടത്തിയ ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്.
തൃപ്പടിദാനത്തിന് ശേഷമാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ പത്മനാഭദാസൻ എന്നറിയപ്പെടുന്നത്. പത്മനാഭദാസൻ എന്നറിയപ്പെടുന്നത് ഈ തൃപ്പടിദാനം നടത്തിയതിനു ശേഷമാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ എന്ന് അറിയപ്പെടുന്നത് പത്മനാഭദാസൻ എന്നറിയപ്പെടുന്നത്. ഈ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആദ്യത്തെ തൃപ്പടിദാനം. തൃപ്പടിദാനം എന്താണെന്ന് നമുക്ക് പറയാം, പക്ഷേ ഈ കൊല്ലങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. രണ്ടാം തൃപ്പടിദാനം കാർത്തിക തിരുനാൾ രാജവർമ്മയുടെ കാലഘട്ടത്തിലാണ് രണ്ടാം തൃപ്പടിദാനം ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അത് 1766 അപ്പോൾ 1750 ജനുവരി 3 മാർത്താണ്ഡവർമ്മ തൻ്റെ വിപുലമായ രാജ്യം ആർക്ക് കൊടുക്കുകയാണ്? ശ്രീ പത്മനാഭൻ അടിയറ വയ്ക്കുകയാണ്. ശ്രീ പത്മനാഭൻ എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെ വിഷ്ണുവാണ് ദൈവം, അദ്ദേഹത്തിനെയാണ് ശ്രീ പത്മനാഭൻ എന്ന് പറയുന്നത്. ആ ശ്രീ പത്മനാഭന് സാങ്കല്പികമായോ യാഥാർത്ഥ്യമായോ അടിയറ വയ്ക്കുകയാണ്. പ്രതീകാത്മകമായും മഹത്തായതുമായ ഒരു കാര്യം നിർവഹിച്ചു. ഇതാണ് തൃപ്പടിത്താനം അഥവാ തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. ഇതിലെ രേഖകൾ പ്രകാരം ഈ രാജാവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും എങ്ങനെയാണ്? അവർ ശ്രീ പത്മനാഭന്റെ ദാസന്മാരായി. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ രാജ്യം ഭരിക്കുന്നു. പത്മനാഭൻ നേരിട്ടില്ല, അദ്ദേഹം ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിന് വേണ്ടി രാജ്യം ഭരിക്കുന്നു. അങ്ങനെയാണ് ശ്രീ പത്മനാഭദാസൻ എന്ന ബിരുദം സ്വീകരിക്കുന്നത്. അവസാനത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള രാജാക്കന്മാർ തങ്ങളുടെ പേരിനൊപ്പം ഈ ബിരുദം കൂടി ചേർത്തിരുന്നു. ഇത് ഹിന്ദുമതത്തോട് അദ്ദേഹത്തിന് വലിയ താല്പര്യമുള്ളതിനേക്കാൾ കൂടുതൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി ചെയ്തതായതാണ് ചരിത്രകാരന്മാർ വീക്ഷിക്കുന്നത്. രാജ്യം ദൈവത്തിൻ്റെ പേരിലാണല്ലോ ഇപ്പൊ തിരുവിതാംകൂർ ആരുടെയാ? പത്മനാഭസ്വാമിക്ക് അടിയറ വച്ചു. അതുകൊണ്ട് പത്മനാഭന്റെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ രാജ്യം ദൈവത്തിന്റെ പേരിലായാൽ അതിനെതിരെ വരുന്ന ഏത് ഭീഷണിയും ദൈവത്തിനു നേരെയുള്ള എന്ന് വിവക്ഷിക്കാമെന്നും ഇത് ജനകീയ കലാപങ്ങളെ ഭാവിയിൽ അടിച്ചമർത്താമെന്നും മാർത്താണ്ഡവർമ്മ വിശ്വസിച്ചിരിക്കണം. അങ്ങനെ സിംഹാസനവും തൻ്റെ കുടുംബാംഗങ്ങളുടെ സുരക്ഷയും അങ്ങനെ അദ്ദേഹം ഊട്ടിയുറപ്പിച്ചു. ഇനി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഭരണ നവീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബജറ്റ് ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ബജറ്റ് ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന ബജറ്റാണ് പതിവ് കണക്ക്. എന്താണ് ആ ബജറ്റിൻ്റെ പേര്? പതിവ് കണക്ക്. മറന്നു പോകണ്ട, പതിവ് കണക്ക് ചോദിച്ചിട്ടുണ്ടേ. അപ്പം പതിവ് കണക്ക് എന്നായിരുന്നു ബജറ്റ്. പതിവ് കണക്ക് എന്താണ്? ഈ പതിവ് കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റാണ്. ഇപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ എന്താണ് പതിവ് കണക്ക്? ബജറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് പറയുന്നത് വേറൊന്നുകൊണ്ട് മാത്രമല്ല, അതൊക്കെ അന്ന് വിപ്ലവകരമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭരണം സ്വേച്ഛാധിപത്യപരമായിരുന്നു, ഏകാധിപതി തന്നെയായിരുന്നു അദ്ദേഹം. എങ്കിലും ഭരണരീതികൾ കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ദുബായിലും അറേബ്യൻ നാടുകളിലൊക്കെ നമുക്കറിയാലോ, രാജാവുണ്ടെങ്കിലും അവർക്കെതിരെ വലിയ വെല്ലുവിളികളൊന്നും ഉയരുന്നില്ല. കാരണം എന്താ? ജനങ്ങൾക്ക് അവരുടെ ഭരണം ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണല്ലോ. ഏറ്റവും ചെറിയ ഘടകങ്ങൾ ഗ്രാമമായിരുന്നു. ഭരണത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്രാമമായിരുന്നു. ഭരണത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകം അന്ന് ഭരണത്തിൻ്റെ ഗ്രാമമായിരുന്നു. ഏറ്റവും ചെറിയ ഘടകം ഏതായിരുന്നു? ഗ്രാമമായിരുന്നു ഭരണത്തിൻ്റെ. പാർവതികാർ അതല്ലെങ്കിൽ പ്രവർത്തികാർ, പാർവത്യക്കാർ എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഗ്രാമങ്ങളിലെ ഭരണം. പാർവത്യക്കാർ അഥവാ പ്രവർത്തികാർ ആരുടെ ഏത് ഉദ്യോഗസ്ഥന്റെ കീഴിലാണ്? ഓർക്കണേ, ഏതാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്? ആ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? പാർവത്യക്കാർ. പ്രവർത്തിക്കാർ എന്ന് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. അപ്പൊ ഈ പാർവത്യക്കാർ എന്ന് ഓർപ്പ് വരും. പാർവത്യക്കാർ എന്നുള്ള ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു ഗ്രാമങ്ങളിലെ ഭരണം. അപ്പൊ ഭരണത്തിന്റെ ഏറ്റവും അടിസ്ഥാന യൂണിറ്റ് ഗ്രാമങ്ങളാണ്. അവിടെ പാർവത്യക്കാർ എന്നുള്ള ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണം. ബജറ്റിന്റെ അതോ ആലോചിക്കണം. പതിവ് കണക്ക് എന്നുള്ള ബജറ്റ് കൊണ്ടുവരുന്നത് ആരാണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ്, അല്ലേ?
ദേവസ്വം ഭരണം ഈ ഉദ്യോഗസ്ഥന്റെ കീഴിലായിരുന്നു. ചെറിയ കുറ്റങ്ങൾക്ക് വിചാരണ നടത്തി ശിക്ഷിക്കാം ഈ ഉദ്യോഗസ്ഥന്. അതുപോലെ കരം പിരിക്കാനുള്ള, ഭൂമിയുടെ പാട്ടവില നിശ്ചയിക്കാനുള്ള ഒക്കെ അധികാരം ഇവരായിരുന്നു. അപ്പോൾ നമ്മുടെ ഭരണ സൗകര്യത്തിന് വേണ്ടി മാർത്താണ്ഡവർമ്മ രാജ്യത്തെ പകുതികളായി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വില്ലേജുകളായും മണ്ഡപത്തും വാതുക്കളായും താലൂക്കുകളായിട്ടും വിഭജിച്ചു. ഓർക്കണേ, പതിവ് കണക്ക് എന്ന് പറഞ്ഞാൽ ബജറ്റ്. ഭരണ സൗകര്യത്തിനായിട്ട് മാർത്താണ്ഡവർമ്മ എന്തിനെ വിഭജിച്ചു? രാജ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ അന്നത്തെ വില്ലേജ്. മണ്ഡപത്തും വാതുക്കൾ ഇപ്പത്തെ താലൂക്ക്. അതായത് ഒരുപാട് വില്ലേജ് ചേർന്നിട്ട് താലൂക്ക് ഉണ്ടാവില്ലേ? അപ്പൊ ഇത് വളരെ പ്രധാനം. അത് PSC ചോദിക്കാറുണ്ട്. അതായത് പതിവ് കണക്ക് ബജറ്റാണ്. ഭരണത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം, ഏറ്റവും ചെറിയ ഘടകം ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ ആരുണ്ട്? ആ ഗ്രാമത്തിന് ചുമതലയുള്ള ഉദ്യോഗസ്ഥന്റെ പേരാണ് പാർവത്യക്കാർ. അദ്ദേഹത്തിന് കരം പിരിക്കാം, പാട്ടവില നിശ്ചയിക്കാം, ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷ കൊടുക്കാം. പകുതി എന്ന് പറഞ്ഞാൽ വില്ലേജാണ്. മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞാൽ താലൂക്കാണ്. ഇതൊക്കെ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഓർത്തു വയ്ക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഓക്കെ, അത് മണ്ഡപത്തും വാതുക്കളാണ്. നമ്മുടെ ചോദ്യത്തിൽ അത് തെറ്റായിട്ടാണ് തന്നിരുന്നത്. അതുകൊണ്ടാണ് ആ ഭാഗം നമ്മൾ തെറ്റാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവിടെ ഇതില് പാർവത്യക്കാർ എന്ന് പറഞ്ഞാൽ ഈ വില്ലേജ്, ഗ്രാമത്തിന്റെ പാർവത്യക്കാർ എന്ന് പറഞ്ഞാൽ ഗ്രാമം, വില്ലേജുകൾ, അതിന്റെ ചുമതല പാർവത്യക്കാർക്കാണ്. അപ്പൊ മണ്ഡപത്തും വാതുക്കൾക്ക് ചുമതലയുള്ള ആളായിരുന്നു കാര്യക്കാരൻ. മണ്ഡപത്തും വാതുക്കൾക്ക് ചുമതലയുള്ള ആള്, ഈ താലൂക്കിന് ചുമതലയുള്ള ആള് കാര്യക്കാരൻ. അപ്പൊ പകുതി എന്ന് പറഞ്ഞ വില്ലേജ്. ആ വില്ലേജാണ് ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം. ഗ്രാമങ്ങൾ, കുറെ വില്ലേജുകൾ ചേർന്ന് താലൂക്ക് എന്ന് പറഞ്ഞാൽ മണ്ഡപത്തും വാതുക്കളുടെ ചുമതല കാര്യക്കാരന്. ഇന്നത്തെ തഹസിൽദാർ എന്ന് നമുക്ക് പറയാം അല്ലെ, കാര്യക്കാരനാണ്. അതുപോലെ തന്നെ നമ്മുടെ വില്ലേജ് ഓഫീസറിന് പകരം എന്താണ്? പാർവത്യക്കാരൻ എന്ന് പറയാം. അതായിരുന്നു അന്നത്തെ ചുമതല. ഓക്കെ, അപ്പൊ ഇന്നത്തെ തഹസിൽദാർക്ക് തുല്യനായിരുന്നു ആര്? തുല്യനായി മണ്ഡപത്തും വാതുക്കൽ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പതിവ് കണക്ക് എന്ന വാർഷിക ബജറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു അതിൽ ബജറ്റിൽ എന്താ ചെയ്യുക? വർഷാവർഷം ഇന്നന്ന കാര്യങ്ങൾക്കായി നീക്കി വെക്കുന്ന തുകയ്ക്ക് കണക്കുകൾ ഉണ്ടായിരുന്നു. അതാണ് ബജറ്റ്. ഇത്രയാണ് ഈ രാജ്യത്തിന്റെ വരുമാനം ഈ വർഷം ഉണ്ടാവുക. അതിൽ ഇന്നതിനൊക്കെയാണ് ആ ചെലവ് വഹിക്കേണ്ടത്. അതിൽ സേനാകാര്യങ്ങൾ, മറ്റു പല കാര്യങ്ങൾക്കൊക്കെയുള്ള ചെലവ് വരുമല്ലോ. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മാറ്റിയിരുന്നു. തിരുവിതാംകൂറിലെ വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിരുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തിരുവിതാംകൂറിലെ വസ്തുക്കൾ എന്തൊക്കെയായിട്ടായിരുന്നു? ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക, ഇങ്ങനെ 4ആയിട്ട് തിരിച്ചിരുന്നു വസ്തുക്കളെ കേട്ടോ. തിരുവിതാംകൂറിലെ വസ്തുക്കളെ എന്തൊക്കെയായിട്ട് വേർതിരിച്ചിരുന്നു? ദേവസ്വം, അതുപോലെ തന്നെ ബ്രഹ്മസ്വം, പിന്നെ ദാനം, മറ്റൊന്ന് പണ്ടാരവക എന്നിങ്ങനെ തിരുവിതാംകൂറിലെ വസ്തുക്കളെ 4ആയി തരംതിരിച്ചിരുന്നു. അത് ഓർത്തു വയ്ക്കുക. അതും നമ്മൾ കണ്ടു, പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു അല്ലേ. ഭരണഘടകത്തിലെ ഏറ്റവും താഴെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഗ്രാമം, പകുതി, വില്ലേജ്. അവിടെ ആരായിരുന്നു? പ്രവർത്തിക്കാർ. അതിന് മുകളിൽ ആരായിരുന്നു? മണ്ഡപത്തും വാതുക്കൽ അല്ലെങ്കിൽ കാര്യക്കാർ എന്നറിയപ്പെടുന്ന താലൂക്ക് ഓഫീസർ. ഇപ്പൊ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങളൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എന്തെല്ലാമാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ? ബഡ്ജറ്റിന് എന്താ പേര്? പതിവ് കണക്ക് അല്ലേ. ബഡ്ജറ്റിന് പേരുണ്ട്. ബഡ്ജറ്റിന്റെ പേരെന്താണ്? പതിവ് കണക്ക്. ചോദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ്, പതിവ് കണക്ക്. ബഡ്ജറ്റിന്റെ പേരാണ് അവിടെ പതിവ് കണക്ക് എന്നുള്ളത്. വർഷാവർഷം ഇന്നതിനൊക്കെ ചെലവഴിക്കണം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ചെക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അതിർത്തി കടക്കുമ്പോൾ ചെക്ക് പോസ്റ്റ് ഇല്ലേ? ആ ചെക്ക് പോസ്റ്റിന് പറയുന്ന പേരായിരുന്നു ചൗക്കകൾ. ചെക്ക് പോസ്റ്റ് എന്നറിയപ്പെട്ടിരുന്നത് ചെക്ക് പോസ്റ്റ്, ചൗക്കകൾ.
ഓക്കെ. ചെക്ക് പോസ്റ്റ് എന്താ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്? ചൗക്കകൾ എന്ന പേരിലായി പോസ്റ്റൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ പോസ്റ്റൽ സമ്പ്രദായത്തിന് അഞ്ചൽ, ഞാനൊക്കെ കണ്ടിട്ടുണ്ട് അഞ്ചൽക്കാരൻ, പോസ്റ്റുമായിട്ട് പോകുന്ന ആൾ. ഞാൻ മലബാറിലാണ്, മലബാറിലും അവർക്ക് അഞ്ചൽക്കാരൻ എന്നാണ് പറഞ്ഞത്. പോസ്റ്റൽ സമ്പ്രദായം ഉണ്ടായിരുന്നു, അതിന് പറയുന്ന പേരാണ് അഞ്ചൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിലേക്ക് പോകുമ്പോൾ, നടന്നു പോകുമ്പോൾ നല്ല നീളമുള്ളൊരു മനുഷ്യൻ വലിയൊരു കുട കയ്യിലുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കവർ, ഓർമ്മയില്ലായിരുന്നു, എന്തോ ഒന്ന് കയ്യിലുണ്ടായിരിക്കും. സ്വയം വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരാളായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടത്. പിന്നീട് അദ്ദേഹം അപ്രത്യക്ഷനായി. മനസ്സിലായില്ലേ? അതൊക്കെ നമ്മളറിയാതെ അങ്ങനെ അവിടുന്ന് അപ്രത്യക്ഷനാവുന്നു. പിന്നീട് പോസ്റ്റ്മാൻ വരികയാണ്. അപ്പോൾ പോസ്റ്റൽ സമ്പ്രദായം, അഞ്ചൽ നടന്നിട്ടാണ് കൊണ്ടുപോയി കൊടുത്തിരുന്നത്. വലിയൊരു കൊട, അദ്ദേഹത്തിൻ്റെ ഐഡന്റിറ്റി അതായിരുന്നു. അപ്പോൾ പോസ്റ്റൽ സമ്പ്രദായം, അഞ്ചൽ ഉണ്ടായിരുന്നു. അഞ്ചൽ അത് എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. താലൂക്ക് ഓഫീസിന് എന്താ പേര് പറയാ? മണ്ഡപത്തും വാതുക്കൽ. താലൂക്ക് ഓഫീസിന് എന്താ പറയുന്നത്? മറന്നു പോകണ്ട, താലൂക്ക് ഓഫീസിന് മണ്ഡപത്തും വാതുക്കൽ. താലൂക്ക് ഓഫീസിന് പറയുന്ന പേരെന്തായിരുന്നു? മറന്നു പോകണ്ട, പലതവണ ചോദിച്ചതാണ്. മണ്ഡപത്തും വാതുക്കൽ. അതിലെ ഉദ്യോഗസ്ഥന് പറയുന്ന പേരെന്താണ്? കാര്യക്കാരൻ. തഹസിൽദാർക്ക് പറയുന്ന പേര്. ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഏതാ? താഴെത്തട്ടില് ഗ്രാമങ്ങൾ അഥവാ വില്ലേജ്. വില്ലേജിന് എന്താ പറയുന്നത്? പകുതി. അതിലെ ഉദ്യോഗസ്ഥന് പറയുന്ന പേര് പാർവത്യക്കാരൻ. ഉദ്യോഗസ്ഥന് പറയുന്ന പേര് എന്തായിരുന്നു? പാർവത്യക്കാരൻ. ഇനി അദ്ദേഹത്തിന് ധനമന്ത്രിമാരുണ്ടായിരുന്നു. ധനമന്ത്രിമാർക്കുള്ള പേര് മുളക് മടിശീലക്കാർ എന്നാണ്. ഇതൊക്കെ രസകരമായിട്ട് ഓർത്തു വെച്ചുകൂടെ? എന്താ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യം? ധനമന്ത്രി, ഒരു കഥയൊക്കെ ഉണ്ടാക്കി വെച്ച് നോക്ക്. മുളക് മടിശീലക്കാരൻ. ധനമന്ത്രിനെയൊക്കെ കണ്ടപ്പോൾ വെറുതെ മുളക് മടിശീലക്കാരൻ എന്നൊക്കെ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട പദങ്ങളാണ്. അപ്പൊ എന്തൊക്കെയുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പദങ്ങൾ? അദ്ദേഹവുമായി ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്തെല്ലാം ഉണ്ട്? നിങ്ങളൊന്ന് പറയും. ഒന്ന്, ധനമന്ത്രിയുടെ പേരെന്താ? മുളക് മടിശീലക്കാരൻ. വില്ലേജുകൾക്ക് പേര് പകുതി. അതിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ വില്ലേജ് ഓഫീസർക്ക് തുല്യമായ ആള് പാർവത്യക്കാരൻ. താലൂക്ക് ഓഫീസറാണ് മണ്ഡപത്തും വാതുക്കൽ. കാര്യക്കാരൻ എന്നാണ് താലൂക്ക് ഓഫീസർക്ക് പേര്. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ. ചെക്ക് പോസ്റ്റ് ചൗക്കകൾ. ബഡ്ജറ്റ് പതിവ് കണക്ക്. ഇതൊക്കെ നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ ഭാഗവുമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ബാക്കി ആ ഒരു ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നമ്മൾക്ക് അറിയാം, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂനികുതി പരിഷ്കരണം ഉണ്ടായിരുന്നു. ഇതിനായി പള്ളിയാടിയിലെ മല്ലൻ ശങ്കരൻ എന്ന പ്രസിദ്ധനായ ഉദ്യോഗസ്ഥനെ അദ്ദേഹം നിശ്ചയിച്ചു. ഈ ഭൂനികുതി പരിഷ്കരണം നടത്തുന്നതിന് വേണ്ടി എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അത് ഓർത്തു വെച്ചോളൂ. പള്ളിയാടിയിലെ മല്ലൻ ശങ്കരൻ. ഭൂനികുതി പരിഷ്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഭൂനികുതി പരിഷ്കരണം, ആ ഭൂനികുതി പരിഷ്കരണത്തിന് വേണ്ടി ആരെയാ നിശ്ചയിച്ചത്? പള്ളിയാടിയിലെ മല്ലൻ ശങ്കരൻ. അദ്ദേഹം നിയോഗിച്ച ആളുടെ പേരാണ് മല്ലൻ ശങ്കരൻ. പള്ളിയാടിയിലെ മല്ലൻ ശങ്കരൻ എന്നൊരാളെ അദ്ദേഹം നിയമിച്ചു. അദ്ദേഹം ഭൂമിയെ ബ്രഹ്മസ്വം, ദാനം, ദേവസ്വം, പണ്ടാരവക. നമുക്ക് കൂടുതൽ അറിയേണ്ട, ബ്രഹ്മസ്വം ദേവസ്വം എന്നൊക്കെ പറഞ്ഞാൽ അമ്പലവും മറ്റും ഒക്കെയായി ബന്ധപ്പെട്ടതാണ്. ദാനം, പണ്ടാരവക എന്ന് പറഞ്ഞാൽ ഖജനാവ് വക അല്ലെങ്കിൽ രാജാവിന്റെ. ഇങ്ങനെ നാലായിട്ട് തരംതിരിച്ചു ഭൂമിനെ. ഓക്കെ. അപ്പൊ ബ്രഹ്മസ്വം, ദാനം, ദേവസ്വം, പണ്ടാരവക, ഇങ്ങനെ നാലാക്കി തരംതിരിച്ചു. അത് ഓർത്തു വെക്കണം. എന്തെല്ലാമായിട്ട് തരംതിരിച്ചു? പരീക്ഷയ്ക്ക് വന്ന് നമ്മൾ കണ്ടില്ലേ എന്തൊക്കെയായിട്ട് അദ്ദേഹം ഭൂമിയെ തരംതിരിച്ചത്? ഒന്ന് ബ്രഹ്മസ്വം, മറ്റൊന്ന് ദാനം, മറ്റൊന്ന് ദേവസ്വം, മറ്റൊന്ന് പണ്ടാരം വക. രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്നർത്ഥത്തിൽ പണ്ടാരം വക. പണ്ടാരം വക എന്ന് പറഞ്ഞാൽ
രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്നർത്ഥത്തിൽ. ഇപ്പം ബ്രഹ്മസ്വം, ദാനം, ദേവസ്വം, പണ്ടാരം വക എന്നിങ്ങനെ അദ്ദേഹം 4 തരംതിരിച്ചു. ആര്? ഈ മല്ലൻ ശങ്കരൻ. ഒന്ന് 2 കൃഷി ഉണ്ടാവും, 2 വിളകളുണ്ടാവും അല്ലേ? നമുക്കറിയാലോ, നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ 3 വിളകളുണ്ട്. ഒരു വർഷത്തിൽ തന്നെ പല തവണ നെല്ല് ചെയ്യുമ്പോൾ ഇപ്പോൾ 3 പൂവാണ്, 2 പൂവാണെങ്കിൽ ഇരുപ്പൂവാണ്, ഒരു പ്രാവശ്യമാണെങ്കിൽ എന്താണ്, ഒരു പൂവാണ്. അപ്പോൾ ചില പ്രദേശങ്ങളിൽ ഇരുപ്പൂ ചെയ്യാൻ പറ്റും, ചില പ്രദേശങ്ങളിൽ ഒരു പൂവേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇരുപ്പൂ നിലങ്ങൾക്കൊക്കെ ഒരു പൂ നിലങ്ങളെക്കാൾ പാട്ടം കൂടുതലാക്കി. പിന്നെ രാമയ്യൻ്റെ അളവ് വരുന്നുണ്ട്, ഈ നികുതി പരിഷ്കരിക്കുക ചെയ്യുന്നുണ്ട്. കുറേ വർഷം കൂടുമ്പോഴായി പിന്നെ നികുതി പരിഷ്കരണം, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ പാട്ടത്തിൽ ഇളവുകളൊക്കെ നൽകിയിരുന്നു. ചുമത്തപ്പെട്ട നികുതിക്ക് വ്യക്തമായ രേഖകൾ നൽകിയിരുന്നു. അത് മാർത്താണ്ഡവർമ്മയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അന്ന് രാജാവല്ലേ, നികുതി പിരിപ്പിക്കുമ്പോൾ രേഖയൊന്നും കൊടുക്കില്ല, പക്ഷേ വ്യക്തമായ രേഖ നൽകിയിരുന്നു. മാർത്താണ്ഡവർമ്മ വാണിജ്യ രംഗത്തെയും പുനഃസംഘടിപ്പിച്ചു അല്ലേ? അപ്പോൾ രാജ്യം അവിടെ മാവേലിക്കരയായിരുന്നു ഈ വാണിജ്യത്തിൻ്റെ ആസ്ഥാനം. രാജ്യം പല സുഗന്ധദ്രവ്യങ്ങളുടെയും മേലുള്ള കുത്തക കൈയടക്കി. അങ്ങനെ ആർക്കും കൊണ്ടുകൊടുക്കാൻ പറ്റില്ല. കുരുമുളക്, അതുപോലെ തന്നെ പുകയില, അടയ്ക്ക, ഇഞ്ചി തുടങ്ങിയ ചരക്കുകൾ സംസ്ഥാനം നിശ്ചയിക്കുന്ന വിലയ്ക്കാണെന്ന് വിൽക്കാൻ പറ്റിയിരുന്നുള്ളൂ. അല്ലാതെ കണ്ണി കണ്ട വിലയ്ക്ക് വിൽക്കാൻ പറ്റിയിരുന്നില്ല. ഇത് വിദേശികൾക്ക് വിൽക്കുന്നതും സർക്കാരായിരുന്നു. ഇത്തരം വിഭവങ്ങൾ സൂക്ഷിക്കാനായിട്ടാണ് പാണ്ഡികശാലകൾ ഉണ്ടായത്. അതായത് പാണ്ഡികശാല എന്ന് പറഞ്ഞാൽ സംഭരണ കേന്ദ്രമാണ്. ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്തുണ്ടായിരുന്നു? പാണ്ഡികശാലകൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. സാധാരണ ജനങ്ങൾക്കായി പാണ്ഡികശാലയോടനുബന്ധിച്ച് വ്യാപാരശാലകളും പണിതിരുന്നു. അതിർത്തികളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് ചെക്ക് പോസ്റ്റുകൾക്ക് ചൗക്കകൾ എന്ന പേര് വന്നത്. അവിടെ ചൗക്കകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റ്. അവിടെ ചൗക്കികൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അതെന്തിനാ? ഈ ഇറക്കുമതി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. കാർഷിക വിഭവങ്ങൾ നേരിട്ട് വിദേശീയർക്ക് വിൽക്കാനുള്ള അനുമതി ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലെങ്കിലും അവർക്ക് മാന്യമായ വില നൽകിയിരുന്നു. ഇവരൊക്കെ സാധനം സംഭരിക്കും, പാണ്ഡികശാലയിൽ വെക്കും, സംസ്ഥാനമാണ് വിൽക്കുക. സംസ്ഥാനം നിശ്ചയിക്കുന്ന വിലക്കേ വിൽക്കാനും പറ്റുള്ളൂ. എന്നിട്ടോ ജനങ്ങൾക്ക് മാന്യമായ വില നൽകിയിരുന്നു. ജനോപകാരമായ രീതിയിൽ കാര്യങ്ങളുടെ നടത്തിപ്പിന് മാർത്താണ്ഡവർമ്മ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു. ഇനി നമുക്ക് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ തൃപ്പടിദാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. മറ്റത് കോവിലെത്തും വാതുക്കലൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി സാംസ്കാരിക രംഗത്ത് എന്താ? സാംസ്കാരിക രംഗത്ത് ഓർത്തിരിക്കേണ്ടത് മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം എന്നിവ ആരംഭിച്ചു. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമുക്ക് ക്ലാസ് കുറച്ച് വഴുകി തുടങ്ങി അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ്? മുറജപം, വിളക്ക് കൊളുത്തൻ തന്നെയാടൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഭദ്രദീപം, ഹിരണ്യഗർഭം. ഇത് 3 നടപ്പിലാക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ഇത് 3 നടപ്പിലാക്കിയ ആൾ ആരാന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ്. സൈന്യത്തെ മൊത്തം ഉടച്ചു വാർത്തു. മറവർ, നായർ സൈന്യങ്ങൾ രൂപീകരിക്കുകയും തോക്കുകളും പീരങ്കികളും ഉപയോഗിക്കാൻ പരിശീലനം സിദ്ധിച്ച ഒരു സ്ഥിരം കാലാൾപ്പടയെ സജ്ജമാക്കുകയും ചെയ്തു. ഒരു വിഭാഗം സൈന്യത്തിന്റെ നേതൃത്വം അന്നത്തെ യുവരാജാവായ രാമവർമ്മയ്ക്ക്, പിന്നീട് ധർമ്മരാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിന് നൽകി. സൈന്യത്തിലെ പ്രധാന നായകന്മാരായ ഡെലനോയൊക്കെ ഉണ്ടായിരുന്നു. ഡച്ചിന്റെ സൈന്യാധിപൻ പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായി മാറി. ഒക്കെ നമുക്ക് പറയാം. ഡെലനോയുടെ കീഴിൽ ആധുനിക ആയുധങ്ങൾ ഉപയോഗിക്കാൻ പഠിപ്പിച്ചു. അവരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ആവിഷ്കരിച്ചു. യൂറോപ്യൻ യുദ്ധതന്ത്രങ്ങളിൽ അവരെ നിപുണരാക്കി. ആയുധങ്ങളെല്ലാം തന്നെ നവീകരിച്ചു. പട്ടാളത്തെ എല്ലാ സമയത്തും ജാഗരൂകരാക്കി നിർത്താനായി സേനാ ആസ്ഥാനങ്ങളും ആയുധപ്പുരകളും പണിയുകയും ചെയ്തു. പത്മനാഭപുരം കൊട്ടാരത്തിന്റെ സംരക്ഷണത്തിനായി അഭേദ്യമെന്ന് തോന്നാവുന്ന കോട്ട കെട്ടി രാജ്യത്തെ മറ്റു കോട്ടകളും ശക്തിപ്പെടുത്തി. ഇനി മറ്റൊന്നായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചില്ല, 8 യോഗം തുരത്തിയത് അവിടുന്ന് മാർത്താണ്ഡവർമ്മ. ആ 8 യോഗവും നമ്മൾ ഓർക്കണം. എന്താണ് 8 യോഗം? തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണനിർവാഹക സമിതി യോഗമായിരുന്നു 8 യോഗം. അപ്പം എന്താ 8 യോഗം എന്ന് പറഞ്ഞാൽ? 8 യോഗം എന്ന് പറയുന്നത് 8 യോഗം എന്ന് പറയുന്നത്
തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതി, അതിനെയാണ് എട്ടര യോഗം എന്ന് പറയുന്നത്. ഭരണസമിതിയായിരുന്നു എന്തെന്ന് പറയുന്നത്? എട്ടര യോഗം എന്ന് പറയുന്നത്. ദേവസ്വം കാര്യങ്ങൾ തീരുമാനിക്കാൻ ദേവസ്വം ഭൂമിയുണ്ട്, ബ്രഹ്മസ്വം ഭൂമിയുണ്ട്, ദാനമുണ്ട്, പിന്നെ പണ്ടാരം വകയുണ്ട്. ഇതിൽ ദേവസ്വത്തിൻ്റെ ആ അമ്പലത്തിൻ്റെ കാര്യവും ദേവസ്വം ഭൂമിയുടെയൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് 8 പോറ്റിമാർ, സ്ഥാനപ്പേരാണ്. 8 പോറ്റിമാർ, ഓരോ വോട്ട് വീതം. മഹാരാജാവിന് അര വോട്ടും. ഇതാണ് 8.5 വോട്ട്. 8 പോറ്റിമാർക്ക് ഓരോ വോട്ട്. മഹാരാജാവിന് അത്രമാത്രം ശക്തരായിരുന്നു ആ കാലഘട്ടത്തിൽ എന്നർത്ഥം. 8 പോറ്റിമാർക്ക് ഓരോ വോട്ട്. 8 പോറ്റിമാർക്ക് ഒരു വോട്ട്. മഹാരാജാവിന് എത്രയേ ഉള്ളൂ? അര വോട്ട്. എങ്ങനെ? അപ്പൊ പോറ്റിമാരുടെ ശക്തി മനസ്സിലാവുമല്ലോ. അവരുടെ ആൾക്കാരായിരുന്നു. പിന്നെ 8 വീട്ടിൽ പിള്ളമാർ. ഇവർ രാജാധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെ എന്ത് ചെയ്തു? അവരെ നിഷ്കാസിതരാക്കി, അല്ലേ? അതൊക്കെ നമ്മൾ കേട്ടു. ഈ 8.5 യോഗം കൂടുമ്പോൾ അധ്യക്ഷ പദം അലങ്കരിച്ചിരുന്ന ആളുകൾക്കുള്ള പേരാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ കേട്ടോ. ഇതിന്റെ അധ്യക്ഷൻ, ഈ 8.5 യോഗത്തിന്റെ അധ്യക്ഷൻ രാജാവായിരുന്നില്ല. ആ അധ്യക്ഷന്റെ പേരാണ് പുഷ്പാഞ്ജലി സ്വാമിയാർ. പുഷ്പാഞ്ജലി സ്വാമിയാർ 8.5 യോഗത്തിന്റെ അധ്യക്ഷത്തിന്റെ പേരായിരുന്നു പുഷ്പാഞ്ജലി സ്വാമിയാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം മാർത്താണ്ഡവർമ്മയെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഈ സാംസ്കാരിക രംഗത്തിൽ യുദ്ധരംഗത്തും രാജ്യവിപുലീകരണങ്ങളിലും മാത്രമായിരുന്നില്ല, അല്ലേ? മതം, സാഹിത്യം, കലകൾ, അല്ലെ? മുറദീപം, അതുപോലെ തന്നെ ഹിരണ്യഗർഭം, ഭദ്രദീപം, മുറജപം, ഭദ്രദീപം, ഹിരണ്യഗർഭം. മതത്തിന്റെ കാര്യത്തിൽ സാഹിത്യം, കല, ഈ രംഗങ്ങളിലൊക്കെ അദ്ദേഹം തൻ്റെ കഴിവുകളും നയങ്ങളും വ്യക്തമാക്കി. ക്ഷേത്രത്തെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അതിൻ്റെ സുവർണ കാലമായിരുന്നു ആരുടെ കാലഘട്ടം? മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം. ആ ക്ഷേത്രം പുനരുദ്ധരിപ്പിച്ചു. ഇപ്പോൾ കാണുന്ന 7 നില ഗോപുരത്തിൻ്റെ 5 നിലകളും അദ്ദേഹമാണ് പണി കഴിപ്പിച്ചത് എന്നാണ് പറയുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ വിഗ്രഹം പുനർനിർമ്മാണം നടത്തി പുനഃപ്രതിഷ്ഠിച്ചു. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ, മണ്ഡപങ്ങൾ, തറകളൊക്കെ പണിതു, കിഴക്കേ ഗോപുരം ഉണ്ടാക്കി. ഇദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ പ്രമുഖ കലാസാഹിത്യകാരന്മാർ തിരുവനന്തപുരത്ത് വന്ന് താമസമാക്കി. പല ഭാഗങ്ങളിൽ നിന്നും കലാകാരന്മാരും സാഹിത്യകാരന്മാരും അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായി. അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട മഹാകവികളാണ് രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ഓർത്തിരിക്കുക, രാമപുരത്തു വാര്യർ, അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ. ഇദ്ദേഹത്തിൻ്റെ എന്തിലുണ്ടായിരുന്നതാണ്? ഇദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല ഭാഗത്തും സാഹിത്യകാരന്മാർ വന്നു. അതിൽ 2 പ്രശസ്തരായ ആളുകളെയാണ് ഞാൻ പറഞ്ഞത്, രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ഭൗതികവും കലാപരവുമായ പ്രവർത്തനങ്ങൾ, പുരാണ കഥകളും മറ്റു ക്ഷേത്രങ്ങളും ചുവരുകളിൽ ആലോകനം ചെയ്തു. പാടകം, കഥകളി, തുള്ളൽ എന്നീ ക്ഷേത്രകലകൾക്ക് നല്ല ഉണർവ് ലഭിച്ച കാലമായിരുന്നു അത്. നിരവധി കൃതികൾ എഴുതപ്പെട്ടു. സേതുരാഘവം, ബാലമാർത്താണ്ഡ വിജയം, ഭദ്രദീപം, മുറജപം, നമ്മളൊക്കെ അതൊക്കെ ഓർക്കണം കേട്ടോ. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ മുറജപം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിനായി 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്നിരുന്ന ഒരു ചടങ്ങാണ് എന്തെന്ന് പറയുന്നത്? മുറജപം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചെറു ചടങ്ങായിരുന്നു ഭദ്രദീപം. അത് വർഷത്തിൽ 2 തവണ, 6 മാസം കൂടുമ്പോൾ. 6 വർഷത്തിലൊരിക്കൽ മുറജപം, അതിൻ്റെ ചെറു ചടങ്ങ് രാജ്യത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ചെറു ചടങ്ങ് ഭദ്രദീപം 6 മാസത്തിലൊരിക്കൽ. ഈ മുറജപം ആദ്യമായി നടത്തുന്നതും 1750-ലാണ്. 1750 തന്നെയാണ് തൃപ്പടിദാനം. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ തിരുവിതാംകൂറിലെ വ്യാപാര മന്ത്രി അറിയപ്പെട്ടിരുന്നത് മറന്നു പോകണ്ടട്ടാ, അതൊക്കെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്, മുളകുമടി ശീലക്കാര്യക്കാർ എന്നാണ്. അദ്ദേഹത്തിന്റെ റവന്യൂ മന്ത്രിയുടെ പേരെന്തായിരുന്നു? ഈ സ്ഥലങ്ങളൊക്കെ വെവ്വേറെയാക്കി തിരിച്ചിട്ട് മല്ലൻ ശങ്കരൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 2 കാര്യങ്ങളും കൂടി പഠിച്ചാൽ നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച രേഖകളാണ് മതിലകം രേഖകൾ.
അവിടെ ധാരാളം സ്വത്തുണ്ട്, അവിടുത്തെ മറ്റ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ധാരാളം കേട്ടതാണ്. ഒന്നാണ് മതിലകം രേഖകൾ. എന്താ ഈ മതിലകം രേഖകൾ എന്ന് പറഞ്ഞാൽ? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച രേഖകളാണ് മതിലകം രേഖകൾ എന്ന് പറയുന്നത്. എന്തിനെ സംബന്ധിച്ച രേഖകളാണ്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച രേഖകളാണ്. ഓക്കെ. ഈ മതിലകം എന്ന് പറഞ്ഞാൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് പ്രാദേശിക ഭാഷയിൽ അവിടുത്തെ ശബ്ദധാരാവലി വ്യക്തമാക്കുന്നത്. കോലെഴുത്ത്, ഗ്രന്ഥവരി, തമിഴ് എന്നീ ലിപികളിലാണ് ഇതിലെ വിവരങ്ങൾ. കടലാസൊന്നും ഇല്ലട്ടെന്ന്. അപ്പം എങ്ങനെയാ? പനയോല മുറിക്കും, പനയോല മുറിച്ച് പുഴുങ്ങി പാകപ്പെടുത്തും. പനയോല മുറിക്കും, എന്നിട്ട് പുഴുങ്ങി പാകപ്പെടുത്തി മഞ്ഞൾ പുരട്ടി ഉണക്കി അതിൽ നാരായം കൊണ്ട് എഴുതുന്ന രീതിയാണ്. കണ്ടിട്ടുണ്ടോ? അപ്പം പണ്ടത്തൊക്കെ ഹിന്ദു കുട്ടികളുടെയൊക്കെ ജാതകം എഴുതുക ഓലയിലാണ്, പനയോലയിലാണ്. അതുപോലെ ഇപ്പോൾ ഈ രാമായണം, മഹാഭാരതം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ പനയോലയിലാണ്. അതിൽ നാരായം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു എഴുത്താണി, അതാണ് നാരായം കൊണ്ട് എഴുതുന്ന രീതിയായിരുന്നു. ഇത് മഞ്ഞൾ പുരട്ടി. ഇങ്ങനെയുള്ള ഈ ഓലപ്രമാണങ്ങൾ, അതിനെയാണ് ചുരണകൾ എന്നറിയപ്പെടുക. ഇങ്ങനെ ചുരണ്ടിയിട്ട് എഴുതുന്ന ആലോചിച്ചാൽ മതി. ചുരണകൾ എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ 3000-ഓളം താളിയോലക്കെട്ടുകളാണ് എന്തിലുള്ളത്? ഈ മതിലകം രേഖകളിലുള്ളത്. പുരാരേഖ വകുപ്പിന്റെ കീഴിൽ കൈവശമുള്ള 3 ലക്ഷത്തിലേറെ താളിയോലകളെ കൂടാതെ ക്ഷേത്രത്തിലും താളിയോലക്കെട്ടുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ തിരുവിതാംകൂറിലെ ചരിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായ രേഖയാണ് മതിലകം താളിയോലകൾ. അപ്പൊ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധമായ മതിലകം രേഖകൾ മഹാകവി ഉള്ളൂരാണ് പിന്നീട് ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഗ്രന്ഥവിധി പ്രകാരം എഴുതിയിട്ടുള്ള എല്ലാ രേഖകളും അതിലും ലഭ്യമാണ് എന്നർത്ഥം. ഇനി അടുത്ത കുളച്ചൽ യുദ്ധം കൂടി പഠിച്ചാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. പിന്നീട് നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര സിമ്പിളായിട്ട് ആ ചോദ്യങ്ങൾ ഓർത്തു വയ്ക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, അതും കൂടി കഴിഞ്ഞിട്ട് ക്ലാസ് കാണുക, അല്ല ക്ലാസ് അവസാനിപ്പിക്കാനേ പാടുള്ളൂ, മുഴുവൻ കാണുക. അപ്പോൾ കുളച്ചൽ യുദ്ധം അത് വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ്. അപ്പം അതിനു മുമ്പ് നമ്മുടെ ഒരു കോഴ്സ് ഉണ്ട്, ആ കോഴ്സിനെ കുറിച്ചൊന്ന് പറയാം. പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് തന്നെ PSC നേടാം. ഇതാ 1-2 ദിവസം കൂടി ഇത് കുറഞ്ഞ ഒരു തുകയ്ക്ക് നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭ്യമാകും. അത് ഇപ്പോൾ നമ്മൾ 3500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് സിലബസ് ഉണ്ട്, ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്, യൂണിറ്റ് എക്സാംസ്, മോക്ക് എക്സാംസ് ഉണ്ട്, മെൻറ്ററിംഗ് ഉണ്ട്, കമ്മ്യൂണിറ്റി ലേണിംഗ് ഉണ്ട്, ഗെയിമിഫിക്കേഷൻ ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. എന്നുവെച്ചാൽ 10th ലെവലിലുള്ള എല്ലാ എക്സാമുകൾക്കുമുള്ള ഫുൾ സിലബസ് കവർ ചെയ്യും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. ലൈവ് ക്ലാസ് ലഭിക്കാത്തപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഉള്ള റെക്കോർഡഡ് ക്ലാസ് കിട്ടും, ലൈവ് ക്ലാസിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും കിട്ടും. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടായിരിക്കും. ഡെയിലി നിങ്ങൾക്കൊരു ലേണിംഗ് പ്ലാൻ ലഭിക്കും. യൂണിറ്റ് എക്സാംസും മോക്ക് എക്സാംസും ഉണ്ടായിരിക്കും. മെൻറ്ററിംഗ് ഉണ്ടായിരിക്കും, ഒരു അധ്യാപകൻ അതിനായിട്ടുണ്ടാവും. കമ്മ്യൂണിറ്റി ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വിൻഡോസ് പ്ലസ് എന്നുള്ള പ്രധാന ആപ്പിന് പുറമെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഈ കുട്ടികളുമായിട്ട് മൊത്തം സംവദിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് ആപ്പ് വേറെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം, ലൈവായിട്ട് തന്നെ മറുപടികൾ, പ്രധാനപ്പെട്ട വീഡിയോസ് ഷെയർ ചെയ്യൽ, അങ്ങനെ എപ്പോഴും പഠനത്തിൽ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ക്വിസുകൾക്ക് മറുപടി കൊടുക്കുക. അതല്ലാതെ മെയിൻ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് യൂണിറ്റ് എക്സാംസ് ഉണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട്. ഇതിലൊക്കെ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് പോയിന്റുകളും ബാഡ്ജുകളും ലഭിക്കും. അപ്പോൾ ആരാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ എന്നൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നറിയാം. അതുപോലെ ഈ പരീക്ഷ പൊളിച്ചടക്കാനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വിശദമായി പറയുന്ന ഒന്നാണ്. നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പറയണേ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്, ബോറടിച്ചിരുന്നോ ഒക്കെ പറയാലോ. അപ്പോൾ ഇനി കുളച്ചൽ യുദ്ധത്തിലേക്ക് പോകാം. കുളച്ചൽ യുദ്ധം എന്താണ്? ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ. ആരൊക്കെ തമ്മിലായിരുന്നു ഈ കുളച്ചൽ യുദ്ധം? 1741 ആഗസ്റ്റ് 10-നാണ്. 1741 ആഗസ്റ്റ് 10-നാണ് കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം? കുളച്ചൽ യുദ്ധം 1741 ആഗസ്റ്റ് 10-ന്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഉറപ്പല്ലേ? തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ
ഡച്ചുകാരും തമ്മിലായിരുന്നു. ഡച്ചുകാർ ഡ ആണിതേ, ഡച്ചുകാരും തമ്മിലായിരുന്നു ഈ യുദ്ധം. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം. ഓക്കെ, ഈ യുദ്ധത്തിൽ ഡച്ചുകാർ തോറ്റു. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഏഷ്യൻ രാജാവ് യൂറോപ്യന്മാരെ ആദ്യം പരാജയപ്പെടുത്തിയത്, പാശ്ചാത്യ ശക്തികളെ ആയുധപ്പെടുത്തിയത്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ് ആദ്യത്തെ തിരിച്ചടിയാണിത്. അങ്ങനെ ഈ നായർപ്പട മാത്രമല്ല, നായർപ്പട കടലിൽ കയറി യുദ്ധം ചെയ്യില്ല, കാരണം അവർക്ക് കടൽ നിഷിദ്ധമായിരുന്നു ആ കാലത്ത്. അപ്പൊ കടലോരത്തെ തദ്ദേശവാസികളായിട്ടുള്ള കടൽപ്പണിക്കാരുടെ സഹായം അദ്ദേഹം തേടുകയുണ്ടായി. കുളച്ചലിൽ വെച്ച് നടന്ന 1741 ആഗസ്റ്റ് 10 നടന്ന ആ ചരിത്രപ്രസിദ്ധമായ യുദ്ധത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു എന്നർത്ഥം. അങ്ങനെ സൈന്യം ധീരോചിതമായി പോരാടി. ഡച്ച് സൈന്യത്തിലെ നിരവധി പേർ മരിച്ചു വീണു. ബാക്കിയുള്ളവർ കോട്ടയിലേക്ക് പിൻവാങ്ങി. എന്നാൽ തിരുവിതാംകൂർ സൈന്യം ആ കോട്ടയും തകർക്കാൻ തുടങ്ങിയതോടെ യുദ്ധസാമഗ്രികളും മുറിവേറ്റു കടന്നവരെയും ഉപേക്ഷിച്ച് ഡച്ചുകാർക്ക് താവളമായി കപ്പലുകളെ ആശ്രയിക്കേണ്ടി വന്നു. ആ കപ്പലുകളെയും എന്ത് ചെയ്തു, ആക്രമിച്ചു. അങ്ങനെ ഡച്ച് സൈന്യത്തിൻ്റെ പീരങ്കികളും യുദ്ധസാമഗ്രികളും ഒക്കെ തിരുവിതാംകൂർ സൈന്യം എന്തായി, കൈക്കലാക്കി. വലിയ പ്രഹരമായിരുന്നു അവർക്കത്. അവരുടെ ഏക ശക്തി കേന്ദ്രമായ പിന്നീട് കൊച്ചിയിലേക്ക് അവർക്ക് മടങ്ങേണ്ടി വന്നു. മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ചിടത്തോളം കുളച്ചൽ യുദ്ധം ഒരു നിർണായക സംഭവമായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നീട് മറ്റ് പല രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഒപ്പം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് ഈ യുദ്ധം സഹായിച്ചു. അപ്പോൾ ഒരു വിദേശ ശക്തിക്ക് ഒരു ഏഷ്യയുടെ മണ്ണിൽ ഒരു പ്രാദേശിക ഭരണാധികാരിയോട് തോറ്റു പിൻവാങ്ങേണ്ടി വന്ന ആദ്യ യുദ്ധമായിരുന്നു ഇത് എന്നോർക്കുക. അപ്പോൾ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഓർക്കുക, 1741 ആഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ ഏറ്റുമുട്ടിയത് തിരുവിതാംകൂർ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുമാണ്. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഈ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയെ സഹായിച്ച വിദേശികൾ ബ്രിട്ടീഷുകാരട്ടോ. കാരണം ബ്രിട്ടീഷുകാർക്ക് അവിടെ ഡച്ചുകാരെ തുരത്തണമെന്നുണ്ടായിരുന്നു, ചെറിയ സഹായമൊക്കെ കിട്ടി. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി എന്തു ചെയ്യുകയാണ്, ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ തലകുനിച്ചു. കുളച്ചൽ ഇപ്പം എവിടെ? കുളച്ചൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. കുളച്ചൽ ഇപ്പം എവിടെയാണ്? കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. അത് കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടൊരു പ്രദേശമാണല്ലോ, തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് കുളച്ചൽ എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ആരാ? മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യാധിപനായി മാറി. ഡിലനോയ്, ഒരു യൂറോപ്യൻ. ഡിലനോയ് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. ഓക്കെ, തിരുവിതാംകൂറിന്റെ പിന്നീട് സർവ്വ സൈന്യാധിപനായ മാറിയ വിദേശി ആരാണെന്ന് ചോദിച്ചാൽ അത് ഡിലനോയ് ആണ്. മറക്കരുതട്ടാ, തിരുവിതാംകൂറിന്റെ സർവ്വ സൈന്യാധിപനായ വിദേശിയായിട്ട് മാറി പിന്നീട് ആര്? ഡിലനോയ്. വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആര്? ഡിലനോയ് എന്ന് പറയുന്ന ആള് അല്ലേ? യൂറോപ്യനാണ്, പോർച്ചുഗീസുകാരനാണ്. ഇപ്പൊ ഡിലനോയിന്റെ സ്മാരകമൊക്കെ ഉണ്ട്. ഡിലനോയിന്റെ സ്മാരകം ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കൂടി കടന്നു പോയാൽ നമുക്കൊന്നും കൂടി ക്ലിയർ ആവും. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്കൊന്ന് കടന്നു പോകാം. അപ്പൊ താഴെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഭൂമി തരംതിരിച്ചത് ഏതു പേരിൽ? നമുക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? ബ്രഹ്മസ്വം, ദേവസ്വം, ദാനം, പണ്ടാരവക എന്നുള്ള പേരിൽ. അടുത്ത ഇത്രയും ഭാഗത്ത് 3 ചോദ്യങ്ങൾ വന്നു 2020-ലും 2024-ലുമായിട്ട്. ചെറിയ കാര്യമല്ല. ഇനിയും തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഒറ്റൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട തന്നെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവ, അതുപോലെ തന്നെ റാണിമാരുണ്ട്, അവരുടെ ചില പരിപാടി, മറ്റ് രാജാക്കന്മാരുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുത്തെഴുതുക. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടതാണല്ലോ തിരുവിതാംകൂറിൽ തൃപ്പടിദാനം നടപ്പിലാക്കിയെന്ന്. തൃപ്പടിദാനം എന്ന് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായിട്ട് സമർപ്പിക്കുകയാണ് രാജ്യത്തെ, അല്ലേ? കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ചു. ക്ലിയർ ആണല്ലോ. തിരുവിതാംകൂറിന്റെ സമ്പൽ വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ സ്ഥാപിച്ചു, അല്ലേ? എല്ലാ ഇറക്കുമതിക്ക് അവിടെ എന്തു വെച്ചു? ചെക്ക് പോസ്റ്റുകൾ,
ചൗക്കകൾ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചൗക്കികൾ. മാത്രമല്ല നികുതി നിർണയം നടത്താൻ വേണ്ടിയിട്ട് മല്ലൻ ശങ്കരൻ. അതിൻ്റെ ഭാഗമായി രാജ്യത്തേന് എന്താണ് ദേവസ്വം, ദാനം, അതുപോലെ തന്നെ ബ്രഹ്മസ്വം, പണ്ടാരം വക എന്ന് പറഞ്ഞാൽ രാജകൊട്ടാരത്തിൻ്റെ വക. മാത്രമല്ല ഈ മറ്റേ സുഗന്ധവ്യഞ്ജനങ്ങൾ വിദേശികൾക്ക് വിൽക്കുമ്പോൾ ഒരു സ്ഥിരവില, സംസ്ഥാനം നിശ്ചയിക്കുന്ന വില. അങ്ങനെ രാജ്യത്തിൻ്റെ സമ്പൽ വ്യവസ്ഥ സുസ്ഥിരമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. രാജ്യത്തെ കോവിലതുക്കും വാതുക്കൽ എന്ന പേരിൽ അനേകം റവന്യൂ യൂണിറ്റുകളായിട്ടല്ല തിരിച്ചത്. ഒന്നാമതത് മണ്ഡപത്തും വാതുക്കലാണ്. അടിസ്ഥാന യൂണിറ്റ് പകുതികളായിരുന്നു, അല്ലെ? പകുതികളുടെ ചുമതല പാർവത്യക്കാർക്കായിരുന്നു എന്നും താലൂക്കുകൾ എന്നുള്ളതിന് പകരം മണ്ഡപത്തും വാതുക്കലായിരുന്നു എന്നും മണ്ഡപത്തും വാതുക്കൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുമതല കാര്യക്കാർ, ഇപ്പോഴത്തെ തഹസിൽദാർക്ക് തുല്യമായ പദവി. ഇതൊക്കെ നമ്മൾ പഠിച്ചു. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? മാർത്താണ്ഡവർമ്മയായിരുന്നു. വളരെ എളുപ്പമല്ലേ നമുക്ക് ഓർത്തൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇപ്രാവശ്യം വന്നത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഒരാൾക്ക് കൂടി ഷെയർ ചെയ്യൂ. നമ്മുടെ ചാനലിലെ റീച്ച് വർദ്ധിക്കട്ടെ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് കൂടുതൽ ആളുകൾ എത്തട്ടെ. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.